ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കൊടുങ്ങല്ലൂരിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ട് കൊടുങ്ങല്ലൂരിൻ്റെ തീരദേശത്തിൻ്റെ ഭംഗിയൊക്കെ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറിയൻ്റൽ കമ്പനിയുടെയും ശിവാലയുടെയും ഭാഗമായിട്ടുള്ള കൊടുങ്ങല്ലൂരാണ് നമ്മുടെ ഇന്നത്തെ റോഡിൻ്റെ വീഡിയോ പോകുന്നത്. അപ്പോൾ റോഡിൻ്റെ രണ്ട് വശത്തെയും ഒരു വേർതിരിവൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഓറിയലിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കോട്ടപ്പുറം പാലത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ പാലം നിങ്ങൾ നോക്കിയേ, അതിമനോഹരമായ പാലമാണ്. അപ്പോൾ നിലവിൽ പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നുണ്ടോ എന്നറിയില്ല. പഴയ പാലത്തിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ മുക്കാഭാഗം വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ പാലത്തിനോട് ചേർന്ന് റീറ്റെയിനിങ് വാളൊക്കെ കെട്ടി അബൺമെൻ്റൊക്കെ കെട്ടിയല്ലേ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ കാണാം സർവീസ് റോഡിൻ്റെ, അതേപോലെ തന്നെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറ്റിങ് വരെയും കഴിഞ്ഞു കേട്ടോ. പക്ഷേ ഇത് ഈ ഒരു ഭാഗത്തേക്ക് റോഡിൻ്റെ ഹൈറ്റ് കൂട്ടാനുള്ളതാണോ എന്നറിയില്ല. മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിരത്തി നിർത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്കറിയാം നമ്മുടെ കോട്ടപ്പുറം ചന്തയും മുസിരീസും കോട്ടപ്പുറം സ്കൂളൊക്കെ ആ ഒരു ഭാഗത്താണ്. ലെഫ്റ്റിലും നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം ആ പാലത്തിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ പാലത്തിൻ്റെ വർക്കുകൾ ഭാഗികമായി സ്റ്റക്കാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മുടെ സർവീസ് റോഡ് ലെഫ്റ്റിൽ ഏകദേശം ഓക്കെ ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സൈഡിലെ റീറ്റേണിംഗ് വാള് അതെങ്കിലും ക്രാഷ് ബാരിയർ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ റൈറ്റിലെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഭാഗികമായി നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പഴയ കോട്ടപ്പുറം ടോൾ സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിലൂടെ ക്യാമറ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത് പ്രവർത്തനരഹിതമാണ്. നമ്മൾ ഈ ഒരു വർക്ക് തുടങ്ങുന്നതിന് ഏകദേശം 1.5 മാസം മുന്നാണ് ആ ക്യാമറ അവിടെ സ്ഥാപിച്ചത് കേട്ടോ. അപ്പോൾ ആ ക്യാമറയുടെ പൈസ നഷ്ടമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില ഭാഗത്തെ ക്യാമറകൾ MVDകൾ അഴിച്ചുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും അഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് പ്രവർത്തനമാണോ അല്ലയോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ പഴയ ഹൈവേയുടെ ആ റോഡും നമ്മുടെ റൈറ്റിലോട്ട് കാണാൻ നിങ്ങൾക്ക് നമ്മുടെ കീത്തോളി ആ ഒരു ഭാഗത്ത് കയറി പോകുന്ന വഴി അതാണ് കേട്ടോ. നമ്മുടെ കോട്ടപ്പുറം ടോളിൻ്റെ ഒരു 360 വ്യൂ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. നമ്മുടെ വണ്ടികളൊക്കെ വരുന്നല്ലേ. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നോക്കി കാണാം, ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ പഴയ ബൈപ്പാസ് റോഡ് സ്റ്റാർട്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബൈപ്പാസ് റോഡിനെ വിപുലീകരിച്ച് നമ്മുടെ പുതിയ നാഷണൽ ഹൈവേ 66 പോവുകയാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗം കണ്ടോ നിങ്ങൾ, ഈ കാണുന്ന ഭാഗത്തിൻ്റെ വർക്കുകൾ കംപ്ലീറ്റും ഓറിയൻ്റലിൻ്റെ അണ്ടറിലാണ് കേട്ടോ. ആ ഒരു വാഗനർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു വലിയ ലോഡിങ് വണ്ടി, മീൻ വണ്ടി പോയില്ലേ, ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ഓറിയൻ്റൽ കൺസ്ട്രക്ഷൻ കമ്പനി. ഈ ഒരു മറ തുടങ്ങി അങ്ങോട്ട് ശിവാലയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിൻ്റെ വർക്കാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും തകൃതിയായി വർക്ക് നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ എന്താ പറയുക, മെയിൻ റോഡിൻ്റെ വർക്കുകളൊക്കെ ഭാഗികമായി കഴിഞ്ഞതാണ്. നിലവിൽ വൺ സൈഡിൽ ക്രാഷ് ബാരിയറും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഈ ഒരു ഭാഗം തുടങ്ങി നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അണ്ടർപാസിൻ്റെ കയറ്റം ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ടാവേണ്ട. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഭാഗമൊക്കെ വർക്കുകൾ ഇപ്പോൾ മുന്നോട്ട് സ്പീഡായി പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഏകദേശം 2 ആഴ്ചയിൽ താഴെ ആയിട്ടുള്ളൂ. അതിലും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ വർക്ക് വളരെ സ്പീഡിലാണ് ശിവാലയ ഈ ഒരു ഭാഗത്ത് റൺ ചെയ്ത് പോകുന്നത് കേട്ടോ. ഈ ഒരു ഭാഗമൊക്കെ അതൊക്കെ ടാറിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹൈറ്റ് ഇങ്ങനെ കൂട്ടി നല്ല സെറ്റാക്കി വരേണ്ട. ലെഫ്റ്റിലെ സർവീസ് റോഡ് ഭാഗികമായി പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. റൈറ്റിൽ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ ഗതാഗതം റൈറ്റിലെ സർവീസ് റോഡ് വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റോഡൊക്കെ പിടിച്ച് ദൂരത്തുനിന്ന് വരുന്നവർ മാക്സിമം പഴയ റോഡ് തന്നെ പോകാൻ ശ്രമിക്കട്ടെ. കാരണം വെച്ചാൽ ഭാഗികമായി ചില സമയങ്ങളിലൊക്കെ ഇവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് പഴയ അഞ്ചപ്പാലം സിഗ്നൽ അഥവാ പുതിയ അഞ്ചപ്പാലം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും നോക്കിയ ഹൈറ്റ് കൂട്ടി ഇങ്ങനെ റാമ്പ് ഇങ്ങനെ പൊന്തി വരെയാണ് റീറ്റെയിനിങ് വാൾ വെച്ച് ഇങ്ങനെ കെട്ടി വരികയാണ്. അപ്പോൾ അത് ആറിവാളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. ശിവാലയ ഈ ഒരു ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആറിവാൾ തന്നെയാണ്. ഓറിയൻ്റലാണെങ്കിൽ ആറിവാളിൽ ഉപയോഗിക്കുന്നത് ബ്ലോക്ക് ടൈപ്പ് ആറിവാളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. വെരി സ്ക്വയർ ടൈപ്പ് ആറിവാളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ അണ്ടർപാസിൻ്റെ അടിയിലെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. നിലവിൽ ആ ഒരു ഭാഗത്ത് കൂടെയാണ് വണ്ടികൾ വിടുന്നത്. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ 2 സൈഡിലൂടെ വണ്ടി വിടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിലവിൽ ആ ഒരു ഭാഗമാണ് കറക്റ്റ് 4 കൂടിയ ജംഗ്ഷൻ. അപ്പോൾ ആ ഒരു വഴിയിലൂടെയാണ് വണ്ടി വിടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ തന്നെ കാണാം നമുക്ക് ക്രാഷ് ബാരിയർ സൈഡിലെ പാരപ്പറ്റ് വാള് അല്ലേ, അതിൻ്റെ വർക്ക് കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പം നിലവിൽ 1 സൈഡ് ട്രാഫിക് ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ആ ഒരു ഭാഗത്ത് വർക്ക് ഫിനിഷ് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഉള്ളിൽ അണ്ടർപാസിൻ്റെ വർക്ക് കൂടെ ഫിനിഷ് ആയാലും ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ PCC ചെയ്യുന്നതിനായിട്ട് ആറിവാൾ പൊക്കുന്നതിനായിട്ട് ഈ ഒരു ഭാഗത്ത് കുഴികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റിലാണെന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഏകദേശം തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ റീറ്റെയിനിങ് വാൾ ലെഫ്റ്റ് സൈഡിൽ നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ ദൃശ്യങ്ങളിൽ അത്ര ഹൈറ്റ് തോന്നില്ല എന്നുണ്ടെങ്കിലും അത്യാവശ്യം
നല്ല ഹൈറ്റിലാണ് ആ ഒരു ഭാഗമൊക്കെ നിൽക്കുന്നത്. നിലവിൽ കൊടുങ്ങല്ലൂർക്കാർക്ക് നേരത്തെ ഒരു ബൈപ്പാസ് റോഡ് കിട്ടിയതാണ് അല്ലേ. ഏകദേശം 2012 കാലഘട്ടത്താണെന്ന് തോന്നുന്നു അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 17 ആയപ്പോഴത്തേനും നമുക്ക് തുറന്ന് കിട്ടി. പക്ഷേ നിരവധി അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ബൈപ്പാസാണ്. കാരണം വെച്ചാൽ കൂടുതലും ആളുകൾക്ക് അറിവില്ലായ്മയാണ് എങ്ങനെ സിഗ്നൽ നോക്കി പോകണം, പിന്നെ സിഗ്നൽ വെട്ടിച്ച് പോവുക, അടുപ്പിച്ചടുപ്പിച്ചുള്ള സിഗ്നലുകളൊക്കെ ഭാഗികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ ആ ഒരു റീറ്റെയിനിങ് വാള് പിടിച്ചു നിർത്താൻ വേണ്ടി കെട്ടുന്ന ആ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ജിയോ സ്ട്രിപ്പ് അല്ലെങ്കിൽ സ്ട്രാപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം പടാകുളം അണ്ടർപാസിൻ്റെ ആ ഭാഗത്തോട്ടുള്ള ഹൈറ്റ് കൂട്ടി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ലെഫ്റ്റിലും നല്ല ഹൈറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ 2 ഭാഗത്തും സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ തന്നെ അത്യാവശ്യം ബൈപ്പാസിന് വേണ്ടി സ്ഥലം എടുത്ത സമയത്ത് ആളുകളൊക്കെ കുറച്ചുകൂടി ഇറക്കി പണിതുകൊണ്ട് തന്നെ സ്ഥലം എടുക്കലിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്പീഡായിട്ട് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ പടാകുളം സിഗ്നൽ കഴിഞ്ഞു, നമ്മൾ ഇനി മുന്നോട്ട് പോവുകയാണ്. ശിവാലയ ഏകദേശം 1.5 ആഴ്ച കൊണ്ട് വർക്കിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറ്റിയേട്ടാ. മെറ്റീരിയലൊക്കെ കണ്ടമാനം വരുന്നുണ്ട്, അടിച്ച് നിരത്തി പണിയാണ് തുടങ്ങേണ്ട. പക്ഷേ സ്റ്റാഫുകൾ എനിക്ക് തോന്നുന്നു മുൻപ് സമയങ്ങളിൽ നമ്മുടെ ബീമിൻ്റെ വർക്കുകളും അതേപോലെ തന്നെ ഇതേപോലെ സ്റ്റീൽ വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നിലവിലെ ആവശ്യങ്ങൾക്ക് മാത്രമുള്ള സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം വെച്ചാൽ മാൻ പവർ കുറഞ്ഞ പണികളാണ് ഇനി നിലവിലുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കൂടുതലും വാർത്ത് വെച്ച് ഈ തൂണുകളും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മളിങ്ങി എത്തുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊടുങ്ങല്ലൂർ സി ഓഫീസ് ആ ഒരു ഭാഗത്തോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിലവിൽ അണ്ടർപാസ് ഇല്ല. ഈ ഒരു ഭാഗത്ത് വന്ന് നമ്മുടെ എക്സിറ്റ് പോയിന്റ് മെർജ് പോയിന്റിൻ്റെ ഒരു തീരുമാനം എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നാണ് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം അടുത്തൊരു അണ്ടർപാസിനോട്ടുള്ള കയറ്റം ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഭാഗത്തായിട്ട് ഒരു മെർജ് പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്പലം ആ ഒരു റേഞ്ചിലോട്ട് പോകാൻ സുഖമായിരിക്കും. പക്ഷേ റോഡ് ചെറുതായതുകൊണ്ട് തന്നെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി വലിയ വാഹനങ്ങൾക്കൊക്കെ വന്നു പോകാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു അണ്ടർപാസ് നമ്മുടെ ചന്തപ്പുര അണ്ടർപാസ് കയറാതെ ആ അണ്ടർപാസിൻ്റെ സർവീസിലൂടെ കയറിയിട്ട് ആ ഒരു ഭാഗത്തോട്ട് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകാൻ തന്നെ സുഖമായിരിക്കുന്നത്. അങ്ങനെ അതേ നമ്മുടെ ചന്തപ്പുര അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നല്ല നീളത്തിലൊരു എന്താ പറയുക 1 സൈഡ് 7 തൂണ്, അങ്ങനെ 7, 4, 28 പില്ലറുകളുള്ള ഒരു ഫ്ലൈ ഓവറാണ് ആ ഒരു ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. നിലവിൽ ചന്തപ്പുരയുടെ റേഞ്ച് അങ്ങോട്ട് മാറുകയാണ്. മുൻപ് നമ്മുടെ ബൈപ്പാസ് പഴയ ബൈപ്പാസ് ഉള്ളപ്പോൾ അറിയാം ചന്തപ്പുര വളരെ മനോഹരമായൊരു കുഞ്ഞു നഗരമാണ്. അപ്പോൾ ബൈപ്പാസ് വന്ന സമയത്ത് ചന്തപ്പുരയുടെ രൂപം തന്നെ അങ്ങോട്ട് മാറിപ്പോയി. പിന്നെ ചന്തപ്പുര ഒരു വലിയൊരു എന്താ പറയുക ഒരു നല്ല സ്പേസ് ഉള്ളൊരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ ആ ഒരു ഇതും പ്രതാപം പോയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അധികം തിരക്കും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. വണ്ടികളൊക്കെ നോക്കിയാൽ നിലം തൊടാതെ ഈ ഒരു 28 തൂണുകളുള്ള ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതാണ്. അപ്പം ഈ ഫ്ലൈ ഓവറിൻ്റെ റൂഫ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. സൈഡിലുള്ള പാരപ്പറ്റ് വാൾ അഥവാ ക്രാഷ് ബാരിയർ മാത്രമേ നിലവിലുള്ളൂ. ലെഫ്റ്റിലായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ AR ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കാണാം. നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഇനി വരാൻ പോകുന്നതേ ആ ഒരു ഭാഗത്ത് പൈലിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ആറിവാൾ വെച്ച് ചെയ്യാനാണോ എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല. നിലവിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവർ നമ്മുടെ കൊടുങ്ങല്ലൂർക്കാർ വീഡിയോ ആണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗം ഇങ്ങനെ ഫ്രീ ആയി കിടക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. അങ്ങനെ ദേ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ഇനി നമുക്ക് ഏകദേശം 1 സൈഡ് 11 പില്ലറുകളുള്ള ടോട്ടൽ പറയുകയാണെങ്കിൽ 44 പില്ലറുകളിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗികമായിട്ട് ഗർഡറുകളും സാധനങ്ങളൊക്കെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ വണ്ടികൾ കൊണ്ടുവന്നിട്ട് റെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പൂർണ്ണമായി അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു തണലുള്ള ഏരിയ പോലെ ഈ ഒരു ഭാഗത്തെ പോലെ തന്നെ സർവീസ് റോഡ് വരുന്നത് നമ്മുടെ ഈ ഒരു റോഡിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു സർവീസ് റോഡ് കീപ്പ് ചെയ്ത് പോവാം. ലെഫ്റ്റിലെ സർവീസ് റോഡ് വരുന്നത് സ്ഥലം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ തൂണിൻ്റെ ഇടയിലൂടെയാണ് നമ്മുടെ സർവീസ് റോഡ് വരുന്നത്. അപ്പോൾ അതേ കോൺക്രീറ്റ് ഗർഡറുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് പല സ്ഥലങ്ങളിലും നമ്മുടെ റൂഫിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ ഒരു ഭാഗത്തിന് റൂഫ് വർക്കുകളും കാര്യങ്ങളൊക്കെ ബാക്കിയാണ്. അപ്പോൾ അതേ ലെഫ്റ്റിലായിട്ട് നമ്മുടെ പള്ളി കാണാം. പള്ളിയുടെ ഏകദേശം ഒരു ഹൈറ്റിലൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. അപ്പോൾ നിലവിൽ ശിവാലയ അവസാന ഘട്ടത്തിലോട്ട് വന്നപ്പോൾ ആ ഒരു സ്പീഡിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറി എന്ന് പറയാം. അപ്പോൾ ഈ റൈറ്റിൽ നോക്കിയാൽ തന്നെ കാണാം
കമ്പിയൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ടല്ലേ അടുത്ത സ്ലാബ് കോൺക്രീറ്റിന് വേണ്ടി. അതേപോലെ തന്നെ കോൺക്രീഷൻ കഴിഞ്ഞിടത്തൊക്കെ അതേ ചാക്കുകൾ നനച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ നീറ്റായിട്ടാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. കാരണം വെച്ചാൽ ഏകദേശം ഈ ഒരു വർക്ക് കഴിഞ്ഞാലും 12 വർഷത്തോളം ഇവരുടെ വാറണ്ടി തന്നെ ആയിരിക്കുള്ള കാര്യങ്ങൾ. എന്ത് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ അത് ക്ലിയർ ചെയ്ത് തരേണ്ടതാണ്. അതിൻ്റെ ഒരു വ്യവസ്ഥയിലാണെന്ന് തോന്നുന്നു. കാര്യങ്ങളൊക്കെ മാക്സിമം കമ്പി എല്ലാ ഐറ്റംസും നല്ല പ്രോപ്പറായിട്ടാണ് ചെയ്തു പോകുന്നത്. കാരണം വെച്ചാൽ ഒരുപാട് എൻജിനീയേഴ്സ് നമ്മുടെ നാട്ടിലുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് വർക്കൊക്കെ നല്ല രീതിയിലാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് റീറ്റേണിങ് വാളാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗം നോക്കി ഇങ്ങനെ കെട്ടി വരുന്നുണ്ട് കേട്ടോ. ചെറിയ തോതിലാണ് വർക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഇപ്പം നിലവിൽ പുതിയതായിട്ടാണ് നമ്മുടെ ശിവാലയുടെ ഒരു ഗോഡൗൺ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കണ്ടമാനം വാളുകൾ ഇവർ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് നിലവിലൊക്കെ എടുത്തുകൊണ്ട് തീർന്നിട്ടാ. അപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്നതിനായിട്ട് മെറ്റലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ശേഖരിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എന്താ പറയുക, ഈ അണ്ടർപാസ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലൈ ഓവർ ഇങ്ങനെ പയ്യിറങ്ങി വന്നിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് മുട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നില്ലെങ്കിൽ മാക്സിമം ഈ ഒരു ഭാഗത്തൊരു മെർജ് പോയിന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കണ്ടിന്യൂഷൻ ചെയ്തുകൊണ്ട് കോതറമ്പ് അണ്ടർപാസും കയറി ഇങ്ങനെ പോകുന്നതാണ്. നിലവിൽ കോതറമ്പ് അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് വൻ ഗതാഗത കുരുക്കാണ്. കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലെ റോഡ് താൽക്കാലിക വർക്കിൻ്റെ ഭാഗമായിട്ട് അടച്ചിരിക്കുകയാണ്. അണ്ടർപാസിന് രണ്ടിൻ്റെ ഇടയിലൂടെ വണ്ടികൾ ഗതാഗത യോജ്യമല്ല. അതേപോലെ ഈ പോകുന്ന ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ ആ ഒരു ഭാഗത്തൂടെയാണ് ഇപ്പോൾ കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, അതുപോലെ തന്നെ പറവൂർ ആ ഭാഗത്തോട്ടുള്ള വണ്ടികൾ പോകുന്നത്. അതേപോലെ തന്നെ ലെഫ്റ്റിലോട്ട് നമ്മുടെ കാര ഭാഗത്തോട്ടുള്ള വണ്ടികളും പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ അതിശക്തമായ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നല്ല, ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ നമ്മുടെ കോതറമ്പ് അണ്ടർപാസൊക്കെ ഇറങ്ങി നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പള്ളിയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്തും റീറ്റെയിനിങ് വാളുകളുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. സർവീസ് റോഡ് ഓൾറെഡി ഈ രണ്ട് സൈഡിലും കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ ഈ കൽപ്പൊടിയൊക്കെ പിടിച്ച് അതിൻ്റെ ഒരു ചെളി പരുവത്തി കിടക്കുന്നതാണ്. അപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് സ്പീഡായി വരുന്നുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ കൽപ്പൊടിയൊക്കെ അടിച്ച് ഇങ്ങനെ ഉയർത്തി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നേരെ അങ്ങോട്ട് ഒരു വാസുദേവ വിലാസം എന്ന് പറഞ്ഞ വളവാണ്. അപ്പോൾ ആ ഒരു വളവിനെ നിവർത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു വർക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മുന്നത്തെ വീഡിയോ നോക്കിയാൽ കാണാം. ഞാൻ ഈ ഒരു ഭാഗത്ത് നമ്മുടെ മുന്നത്തെ വീഡിയോ ഇടാം. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ മെറ്റൽ കൂമ്പാരങ്ങളും കോൺക്രീഷൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമ്മുടെ റോഡ് പോണ ആ ഒരു പോക്ക് നോക്കി, ഇത് ഭയങ്കര അപകടമായ ഒരു വളവാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് വലിയ വണ്ടികളൊക്കെ തട്ടലും മുട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതേ ഈ ഒരു ഭാഗത്ത് മെറ്റീരിയലൊക്കെ ഒരുപാട് ഒഴിവാക്കി തുടങ്ങിയിട്ടുണ്ട്. അക്കോമഡേഷൻ കാര്യങ്ങളും കാണാം. റൈറ്റിൽ ഇതേ അവരുടെ ഡ്രൈനേജ് വർക്ക്, ലെഫ്റ്റിൽ റൈറ്റിൽ ഡ്രൈനേജ് വർക്ക് ആ ഒരു ഭാഗം വരെയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ നമ്മൾ നിർത്താൻ പോകുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തോട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോഡ് നേരെ പോയി വളഞ്ഞു വരുന്ന പഴയ ഹൈവേനോട് മുട്ടുകയാണ്. നമ്മുടെ വീഡിയോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും. അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജായ GK Bloom ഞാനിവിടെ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളൊന്ന് നമ്മളെ ഫോളോ ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു റേഞ്ചാണ് കാണുന്നത്. ഇനി നമ്മളിപ്പോൾ തിരിച്ചു നോക്കുന്നത് വെച്ചാൽ നമ്മുടെ ആല വെച്ചാൽ വടക്ക് നിന്ന് നമ്മൾ തെക്കോട്ടാണ് കേട്ടോ, കൊടുങ്ങല്ലൂർ ഭാഗത്തോട്ടാണ് നമ്മുടെ ക്യാമറ ദൃശ്യങ്ങൾ കാണുന്നത്. നമ്മുടെ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരുപാട് അപകട വളവുകളും എല്ലാം നിവർത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ NH66 യാഥാർത്ഥ്യമാകുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂർ പിടിച്ച് തെക്കോട്ട് ആണ് വർക്ക് കുറച്ച് സ്ലോ ആയിട്ടുള്ളത് കേട്ടോ. പക്ഷേ നമ്മൾ അടുത്ത വീഡിയോ വരാൻ പോകുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു റേഞ്ചാണ്. നമ്മുടെ അടുത്ത വീഡിയോയിൽ ഉദ്ദേശിക്കുന്ന KCC ബിൽക്കോൺ കമ്പനിയുടെ വർക്ക് അതിസ്പീഡായ വർക്കും കാര്യങ്ങളൊക്കെയാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മുടെ ആ ഒരു വീഡിയോ ഉണ്ടാകുന്നതാണ്. ആലപ്പുഴയുടെ അതിമനോഹരമായൊരു ഫ്ലൈ ഓവർ ബൈപ്പാസ് ഉണ്ട്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ അറിയാം. ഏകദേശം നല്ല മനോഹരമായ യാത്ര ഒരുക്കുന്ന ഒരു ബൈപ്പാസാണ്. കടൽ തീരത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഏകദേശം വലിയ വണ്ടികൾക്കാർക്കൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ 2 റെയിൽവേ ഓവർ ബ്രിഡ്ജൊക്കെ കയറിയുള്ള ഒരു അടിപൊളി എന്താ പറയുക ഫ്ലൈ ഓവറാണ്. അപ്പോൾ അതിനോട് ചേർന്ന് നമ്മുടെ പുതിയ NH66 ഭാഗമായി പുതിയൊരു ഫ്ലൈ ഓവർ കൂടി തീരത്തോടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും പണികൾ നിറച്ചുകൊണ്ടുള്ള ഒരു അതിമനോഹരമായ വീഡിയോ തൊട്ടടുത്ത ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് കയറി കാണാം, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഏകദേശം ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ വീഡിയോ തന്നെ സെയിം ലൊക്കേഷനിൽ തന്നെ ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആ അപ്ഡേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് സ്പീഡും കാര്യങ്ങളൊക്കെ ശിവാലയം ഇപ്പം എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് കേട്ടോ. ഇനി വിദേശത്തിരുന്ന് കാണുന്ന പ്രവാസികളോട് എനിക്കൊന്നേ പറയാനുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റുന്നൊരു സഹായം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ പറഞ്ഞ് ഞാൻ ആ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്യാം.
നിങ്ങളുടെ ഭാഗം എന്ന് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഇപ്പോൾ സ്ഥലം ഉദാഹരണത്തിന് ഒരു കാളമുറിക്കാരനോ അല്ലെങ്കിൽ ഒരു ആലപ്പുഴ ഒരു തങ്കി ജംഗ്ഷൻ്റെ ആ ഭാഗത്തുള്ള ആളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ. നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് ആ ഒരു ഭാഗം കൂടെ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ നമ്മൾ സെറ്റാക്കുന്നതാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ അതിമനോഹരമായ മുസിരീസ് ബീച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ